must be here. ചീഫ് ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കാശില്ലാതെ കാണാൻ പറ്റില്ല. ഒരു അർജന്റ് കാര്യം. ഹലോ ഹലോ അരവിന്ദ്. എന്താ ശുഭ? അരവിന്ദ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെ പുറകെ കൂടി പുറത്തേക്ക് വരണം. എന്തിന്? ഡോങ്ലി നമ്മളെ തേടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവനിപ്പോ എവിടെയാ ഉള്ളത്? അരവിന്ദ്, ആവേശം കാണിക്കണ്ട. അവനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ അവനെ കണ്ണിപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒന്നും നടക്കില്ല. അരവിന്ദ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അരവിന്ദ്, ഞാനിപ്പോ എവിടെ വരണം? അത് ഹോസ്പിറ്റലിലെ പുറകിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് വരാം. ആ ഹലോ, ഞാൻ ഡോങ്ലിയാണ് സംസാരിക്കുന്നത്. ഡോങ്ലി ഇപ്പൊ എവിടെയാണ്? ഞാൻ വിളിച്ചത് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ഞാനിപ്പോൾ ശ്രമിച്ചു, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. എനിക്കിപ്പോൾ ഗുരുവിനോട് സംസാരിക്കണം. അതിനൊരു വഴിയും നാം കാണുന്നതേയില്ല. ഡോങ്ലിക്ക് എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കാൻ കഴിയും. അതെനിക്ക് നന്നായിട്ടറിയാം. പറയൂ, അവനിപ്പോ എവിടെയാ ഉള്ളത്? സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലാ ഉള്ളത്. അവിടെയുള്ള ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, അവൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? അവനോട് വേഗം തന്നെ തിരിച്ചു വരാൻ പറയണം. ഇല്ല, വരാൻ കഴിയില്ല. എന്തുകൊണ്ട് എനിക്ക് അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്? ദാമോ, അത് ദാമോയുടെ രക്തം തന്നെയാണ്. ഇയാളെ നമ്മൾ കൊന്നതല്ലേ? അവന്റെ രക്തബന്ധത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ. അവരോട് ഉടനെ വരാൻ പറ. അവൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ തേടി നടക്കുക. എവിടെ? അവൻ നിന്റെ സൈഡിലേക്കാ വരുന്നത്, നോക്കണ്ട. ആ പോ പുറകോട്ട് മാറി നിൽക്ക്.
കേറി വാ. ശുഭ, നിനക്ക് വേഗം വാ. ശുഭ, വാ, വേഗം വാ. വാ, കേറ്, കേറ്. വേഗം പോ, പോ. വേഗം, വേഗം കേറ് ശുഭ. കേറിക്കോ. അങ്ങനെ, പിടിച്ച്. വിടാ, ഓടിക്കോ, ഓടിക്കോ. ശുഭ ഫോൺ ചെയ്തിരുന്നോ? അവൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്രേ. വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, എന്താ പറ്റിയ നിനക്ക്? നമ്മൾ കരുതിയത് പോലെയല്ല, അവൻ ഡേഞ്ചറാ. ഞങ്ങൾ ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് ഇവിടം വരെ രക്ഷപ്പെട്ടെത്തിയത്. അരവിന്ദ്, 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 എന്ത് പറ്റി അരവിന്ദ്? ഒരു ചൈനക്കാരൻ ഇവിടെ വന്ന് നമ്മളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് വേണ്ടത്.
അവനെ എതിരിടാൻ നമ്മൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ. ഇന്നവനെ കണ്ട് ഭയന്ന് ഓടിയപ്പോ നമ്മളൊക്കെ വെറും ഭീരുക്കളായി മാറിയില്ലേ? നമ്മൾ മലേഷ്യയിൽ വെച്ച് ആക്രമിച്ചു, ശ്രീലങ്കയിൽ വെച്ച് ആക്രമിച്ചു, ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ആക്രമിക്കുന്നു. നമ്മൾ അവരെ കണ്ട് ഇന്നും ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല അരവിന്ദ്. ധീരത എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചത് നമ്മളാണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നമ്മൾ ഭീരുക്കളെ പോലെ ഓടുകയല്ലേ? തിരിച്ചടിക്കണം. അവൻ ഈ നാട്ടിൽ നിന്ന് ജീവനോടെ പോവാൻ പാടില്ല. വേണ്ട അരവിന്ദ്, ഈസ് ടു പവർഫുൾ. അവൻ എതിർത്ത് നമുക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. അതേ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞാണല്ലോ ആ മ്യൂസിയത്തിൽ ആയുധങ്ങളുടെ കൂടെ ധൈര്യവും വെച്ച് പൂട്ടിയിരിക്കുന്നത്. അത് പുറത്തു കൊണ്ടുവരണം. അരവിന്ദ്, ഇപ്പോ നമ്മൾ ഏത് സിറ്റുവേഷനിലാ ഉള്ളതെന്ന് ആദ്യം അറിയുക വേണ്ടത്. ജയിക്കാൻ വേണ്ടി നെഞ്ചു വിരിച്ച് പോരാടിയില്ലേ അയൽ രാജ്യത്തോട്? എന്നിട്ട് ജയിക്കാൻ കഴിഞ്ഞോ? എല്ലാവരും ചത്തുപോയില്ലേ? ധീരതയും ദ്രോഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ 9 പേര് ചേർന്ന് കൊല്ലുന്നതിന്റെ പേര് ധീരതയെന്നല്ല, ദ്രോഹം. മനസ്സിലാവുന്നുണ്ട് അരവിന്ദ്. അവനെ വെറുതെ വിടണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തെയാണ് നമ്മൾ എത്രയും വേഗം തടയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ നേരിടാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അരവിന്ദ്. കഴിയും. ഈ രോഗം ഭേദമാക്കാനും അവനെ ഇവിടുന്ന് ഓടിക്കാനും ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, ബോധിധർമ്മൻ. ആ DNA റിസർച്ച് ഉടനെ തുടങ്ങണം. ബോധിധർമ്മന്റെ കഴിവെല്ലാം തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ പറഞ്ഞ പോലെ അവനെ നമുക്ക് തിരിച്ചടിക്കണം. അവനെ അടിക്കുന്ന അടിയിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ ദേഹത്ത് പോലും കൈവെക്കുവാൻ അവനെ കൊണ്ട് സാധിക്കരുത്. അതിന് ഹ്യൂമൻ ജീനറ്റിക് ലാബാ വേണ്ടത്. ആരും അറിയാൻ പാടില്ല. 12 ദിവസത്തേക്ക് അവന്റെ കണ്ണി പോലും പെടാതെ നോക്കണം. എനിക്കറിയാവുന്ന ഒരു ലാബുണ്ട്. നിക്ക്. 12 ദിവസം നമ്മൾ ഇരിക്കുന്നിടം ആരും അറിയാതിരിക്കണമെങ്കിൽ നിങ്ങളിൽ ഒരുവർ പുറത്തുനിന്ന് സഹായിക്കണം. നമ്മൾ എവിടെയാണെന്ന് അയാളും അറിയരുത്. കറക്റ്റ്. മാലതി, യു ആർ ദ റൈറ്റ് പേഴ്സൺ. നമ്മുടെ എല്ലാവരും സിം കാർഡ് ഉടൻ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യണം. 2 പുതിയ സിം കാർഡ്, ഒന്ന് നമ്മൾക്ക്, ഒന്ന് മാലതിക്ക്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാലതി ആയിരിക്കും കൊണ്ടുവരുന്നത്. എന്നാൽ അവൾക്ക് പോലും നമ്മൾ എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം. മാലതി, നിന്റെ ഫോണിലെ സിം കാർഡ് ആദ്യം കളഞ്ഞേക്ക്. നാളെ പുതിയ സിം കാർഡ് വാങ്ങിച്ചു തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ആ ലാബ് എവിടെയുള്ളതെന്ന്